ന്യൂ ഇയറിൽ ജനിച്ച കുട്ടികൾ, അതായത് 2025 ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ജനറേഷൻ ബീറ്റ എന്നായിരിക്കും. ഇവരിൽ കൂടുതൽ യങ്ങർ മില്ലേഴ്സിന്റെയും എന്റെ പയ്യൻ ജനറേഷൻ ബീറ്റ ആണ്, മനസ്സിലായ? ഓൾഡർ ജെൻസേഴ്സിന്റെയും മക്കളായിരിക്കും. അതായത് ജനറേഷൻ ബീറ്റയിൽ പെടുന്ന 2025 മുതൽ 2039 വരെ ജനിക്കുന്ന ഇവരിൽ കൂടുതലും 22ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അതായത് 2100 വരെ. ജനറേഷൻ ബീറ്റയുടെ ലൈഫിന്റെ എക്സ്പെക്ടേഷൻസും അതിനെക്കുറിച്ച് വരുന്ന പ്രൊഡിക്ഷൻസും ഒക്കെ വളരെ രസകരമാണ്. നമ്മുടെ പയ്യന് ബീറ്റ എന്ന് പേരിട്ടല്ലോ. ഇവരുടേത് ക്യാൻസറിനെ വാക്സിൻ ഉപയോഗിച്ച് ഭേദമാക്കുന്ന ലോകമായിരിക്കും. ശരീര അവയവങ്ങള് 3D പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ലോകമായിരിക്കും അത്. ചിലപ്പോൾ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണം അവരുടെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള DNA ബേസ് ചെയ്തായിരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും കൂട്ടിയിട്ടുള്ള വിർച്വൽ റിയാലിറ്റി ഒരു ഗെയിമിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്ലാസ് റൂമായും പ്ലേ ഗ്രൗണ്ടായും വർക്ക് പ്ലേസ് ആയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോകം. AI എന്തായാലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഗവൺമെന്റുകൾ ക്യാഷ് പ്രിന്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ജനറേഷൻ ബീറ്റ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പ്രധാനമായും ജൻബീറ്റ വ്യക്തികൾ ചെയ്യാൻ പോകുന്ന ജോലികൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ജോലികളായിരിക്കും. ലോക രാജ്യങ്ങളിലെ വ്യക്തികൾ തമ്മിൽ ഭാഷയുടെ അതിർവരമ്പുകൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരൊറ്റ ക്ലിക്കിൽ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും. പറഞ്ഞു വരുന്നത് ജനറേഷൻ ബീറ്റ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സാധ്യതകളുടെ ജനറേഷനാണ്. വെൽക്കം ടു ദ വേൾഡ് ജൻബീറ്റ. ജൻബീറ്റയുടെ കാലത്തെ പറ്റിയുള്ള, നമ്മുടെ ഫ്യൂച്ചർ കാലത്തെ പറ്റിയുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ. എടാ, അവരെങ്ങനെയായിരിക്കും, ആ ജനറേഷൻ എങ്ങനെയായിരിക്കും അല്ലേ അവര് ജീവിക്കാൻ പോണേ? എന്റെ പൊന്നോ, സത്യമാണ്.